അപ്പൊ നമ്മുടെ പൂളിന്റെ വണ്ടിക്കകത്തുള്ള പൂളിന്റെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുവാണ്. ഇതേപോലെ ഗതാഗത നിയമങ്ങൾ പലതവണ ലംഘിച്ചതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷ അനുഭവിച്ച ആളാണ് ആലപ്പുഴ സ്വദേശിയായ TS സഞ്ജു എന്ന സഞ്ജു ടെക്കി. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ വിചാരണ നടപടികൾ കീഴ്ക്കോടതിയിൽ തുടരുകയാണ്. ആ ആളെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ മാഗസിൻ പ്രകാശന ചടങ്ങിൽ മുഖ്യ അതിഥിയാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗവും CPM നേതാവുമായ R റിയാസ് ആണ് പരിപാടിയുടെ സംഘാടകൻ. അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ഉച്ചയ്ക്ക് 2 മണിക്ക് മണ്ണഞ്ചേരി സർക്കാർ ഹൈസ്കൂളിലാണ് പരിപാടി. നാട്ടുകാരൻ എന്ന നിലയിലാണ് സഞ്ജു ടെക്കിയെ മാഗസിൻ പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് R റിയാസിന്റെ വിശദീകരണം. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്ക് കേസുണ്ടെങ്കിലും യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ന്യായീകരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. വളരെ ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ട ഒരു വിഷയമാണ്. നോക്കൂ, കോടതി നടപടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വെള്ള പൂശിക്കൊണ്ട്, അതും ഒരു സർക്കാരിൻ്റെ ലേബലിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഉള്ളൊരു വ്യക്തിയെ അതിഥിയായി എത്തിക്കുന്നത്. അപ്പോൾ ആ അതിഥിയിൽ നിന്നും കുഞ്ഞുങ്ങൾ എന്ത് മാതൃകയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ സമൂഹം ജീർണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടില്ല. അത് ഉത്തരവാദിത്തവരുടെ ഭാഗത്തുണ്ടായ വലിയ ഒരു പിഴവാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. ജസ്റ്റിസ് കെമാൽ പാഷ തത്സമയം നമ്മോടൊപ്പം ചേരും. ഒപ്പം റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ജസ്റ്റിസ് കെമാൽ പാഷ സാറേ, ഈ സംഭവം എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലം അങ്ങേക്ക് നന്നായി അറിയുമല്ലോ. കാരണം ഒരു റോഡിൽ സ്വീകരിക്കേണ്ട, നമ്മൾ പുലർത്തേണ്ട നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തി അങ്ങനെ ഒരു വാഹനത്തിൽ ഒരു അഴിഞ്ഞാട്ടം നടത്തിയ ഒരു വ്യക്തിയെ ഒരു കുട്ടികളുടെ ഒരു പരിപാടിയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതും ഒരു സോഷ്യൽ മീഡിയ വ്ളോഗർ എന്ന നിലയിൽ. ഇതിലൊരു ശരികേടിൻ്റെ തലം വളരെ വലുതല്ലേ? നൽകുന്ന സന്ദേശം എന്താണത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുകയല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കാരണം അത്രത്തോളം അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് ഒന്നും വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊരു വലിയൊരു ശ്രദ്ധ അതിനകത്തില്ല. അതിൻ്റെ ഒരു തെളിവാണിത്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇതേപോലുള്ള ഇങ്ങനെയുള്ള ഈ തോന്നിവാസ റോഡിൽ കൂടെ കാണിച്ച് നടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് കൊണ്ടുവരിക കേട്ടോ. അവർ സന്ദേശം എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സന്ദേശം കൊടുക്കുന്ന റോഡിൽ കൂടി തോന്നിവാസം കാണിക്കുന്നുള്ള സന്ദേശമായിരിക്കും കൊടുക്കുന്നത്. അതായത് വണ്ടിക്കകത്ത് കുളക്കുഴിക്കുന്നത് പോലെ അത് ശരിയാക്കി വെള്ളവും നിറച്ച് അതിനകത്ത് കുളിച്ച് നാട്ടുകാരെയൊക്കെ കാണിച്ച് കൊണ്ടുപോയ ഒരുത്തനെയാണ് വിളിച്ച് ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്ന അതിഥിയായിട്ട് കൊണ്ടുവരും. വിശിഷ്ട അതിഥിയാണ്. വളരെ വിശിഷ്ടമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന, വൈശിഷ്ട്യത്തോടുകൂടി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ അതിഥി തന്നെ വിളിക്കണം. അത് തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചൊക്കെ കുറേ ന്യായങ്ങൾ പിന്നെ പറയും. അങ്ങനെയാണ് നാട്ടുകാരൻ തോന്നിയവാസം കാണിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, നല്ല കള്ളന്മാരുണ്ടല്ലോ നമ്മൾ ഓരോ സ്ഥലത്തും. അവരെയൊക്കെ വിളിച്ചിട്ട് മോഷണ കലയെക്കുറിച്ച് പഠിപ്പിക്കാനും ഒരു സന്ദേശം കൊടുക്കാനും എന്താ സ്കൂളിൽ വിളിച്ചുകൊണ്ട് പോകാത്തത്? അപ്പോൾ ഇതേപോലുള്ളവന്മാരെ വേണം വിളിക്കാൻ. അതാണ് വേണ്ടത്. ഇപ്പോൾ റോഡിൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്ര എന്നുള്ള ധാരണയിലും അതുപോലെ പല സ്ഥലങ്ങളിലേക്കും കാറിൻ്റെ ഡോറിനകത്ത് ആ ഗ്ലാസിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്നവന്മാർ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഡിക്കി തുറന്ന് പൊക്കി വെച്ചിട്ട് വെളിയിലോട്ട് കാല് വിട്ടുകൊണ്ടിരുന്നിട്ട് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ എന്തോ സന്ദേശമാണ് കൊടുക്കുന്നത്? ഇപ്പോൾ മാത്രമല്ല, വേറെ ഇപ്പോൾ 2 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഉപേന്ദ്രൻ എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് സംശയം ചോദിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ സീബ്ര ക്രോസിങ്ങിലൂടെ നടന്നു പോയ കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസാണ്, അവരുടെ ദേഹത്ത് ബസ് ഓടിച്ചു കൊണ്ടുവന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് അമ്മമാരെ ഇറങ്ങി ഓടുകയാണ് അതിൽ നിന്ന്. അപ്പോൾ ഉപേന്ദ്രൻ ചോദിച്ച ഒരു സംശയം വളരെ നല്ല ഒരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതായത് ഇത് ഈ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ആവത്തില്ലേ എന്ന് ചോദിച്ചു. ആകും. മർഡർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെപ്പണെന്ന് പറഞ്ഞാൽ ബസ് തന്നെ ഒരു വെപ്പണാണ്, വെഹിക്കിൾ ഒരു വെപ്പണാണ്. അത് കൊണ്ടുവന്ന് ഒരുത്തനെ ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ അത് മർഡർ തന്നെ വരും. അതുകൊണ്ട് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മരിക്കുമെന്നുള്ള ഒരാൾ ഇതുകൊണ്ട് കൊല്ലപ്പെടുമെന്നുള്ള അറിവോ അല്ലെങ്കിൽ കൊല്ലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയോ ഇത് ചെയ്താൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ആവും. അതായത് പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ 307 വകുപ്പ്, ഇപ്പോൾ നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിതയിലെ 109 വകുപ്പ് അനുസരിച്ചുള്ള ഒഫൻസ് ആവും.
അവന്മാർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. പോലീസ് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുവരെ എന്താ കേസെടുത്തേക്കുന്നത് എനിക്കറിയില്ല. അതായത് വഴിയെ നടന്നുപോയ പിള്ളേരെ, അതായത് സീബ്ര ക്രോസിങ്ങിലൂടെ കടന്നു പോകാൻ കുട്ടികൾക്ക് അവകാശമുണ്ട്, അല്ലെ മനുഷ്യർക്ക് അവകാശമുണ്ട്, പെഡസ്ട്രിയൻസിന് അവകാശമുണ്ട്. ആ അവകാശത്തെ മാനിക്കുക എന്നുള്ള ഒരു മര്യാദ വേണം. അതിവിടെ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധം എന്ന് പറയുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈവേയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റുമോ? ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിള്, അതേപോലെ തന്നെ ഭാരം കയറ്റി എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ലോറികൾ, ഇതൊക്കെയാണ് സ്പീഡ് ട്രാക്കിലൂടെ ഓടിക്കുന്നത്. ആ വലതുവശത്തെ ട്രാക്കിലൂടെ അവർ ഓടിക്കുമ്പോൾ നമ്മളിതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇടതുവശത്ത് ഓവർടേക്ക് ചെയ്യാൻ പോയെങ്കിൽ എത്ര ഹോൺ അടിച്ചാലും ഇവന്മാർ മാറത്തില്ല. കാരണം ഇവരുടെ ഒരു അവകാശമാണ് ഈ റോഡിൻ്റെ വലതുവശത്തൂടെ പോവുക എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന ആളുകളാണ് നമുക്കുള്ളത്. ഈ സെൻസ് ഒന്നും ഇല്ലാതാണ് നമ്മുടെ ട്രാഫിക് ഇങ്ങനെ പോയിക്കോ. ഇതിന് നടപടിയെടുക്കാൻ ആരാ ഉള്ളത്? റോഡിലങ്ങനെ ഈ പോലീസുകാർ തടഞ്ഞു നിർത്തി അതായത് ഇതൊരു പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന ഒരു CPM-ന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അത് ആലോചിക്കണം, ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവര് ഈ പ്രായത്തിൽ അവർക്ക് ഹീറോ അല്ലെങ്കിൽ ഹീറോയിസം അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്നതൊക്കെ അവരുടെ ഉള്ളിലേക്ക് പകർന്നു കിട്ടുന്ന ഒരു പ്രായമാണ്. അവിടെയാണ് ഒരു കോടതി വളരെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ആ കേസിനെ കണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഇയാൾ ചെയ്തിരിക്കുന്ന വീഡിയോ മുഴുവൻ പരിശോധിക്കണം. ഇയാളുടെ അടക്കം ഭീഷണി ഉണ്ടെങ്കിൽ അത് MVD അറിയിക്കണം. അങ്ങനെ ഒരു സമൂഹത്തിനൊരു വിപത്തായി മാറിയ ഒരു വൈറസിനെ പോലെ കാണേണ്ട ഒരാളെ ഈ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ഒരു ഹീറോ ചമച്ച് കൊണ്ടെത്തിക്കുന്ന ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം കൂടി വളരെ പ്രധാനപ്പെട്ടതല്ലേ? ലജ്ജിക്കേണ്ട ഒരു അവസ്ഥ കൂടി അല്ലേ ശ്രീ കമാൽ പാഷ? ഞാൻ ഇത് പറയാൻ കാരണം ഈ തൊപ്പി എന്നും പറഞ്ഞൊരു മറ്റൊരു വിപത്തുണ്ടായിരുന്നു. വിപത്ത് തൊപ്പി, അതായത് ലഹരി പോലെ തെറി വിളിക്കുകയാണ് ഒരു യൂട്യൂബർ. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ആരാധകര്. ഈ വ്യക്തിയെ പല ഈ ഫംഗ്ഷനുകളിലും ഉദ്ഘാടകനായി ക്ഷണിക്കുകയും കാഴ്ചയും നമ്മൾ കണ്ടു. പോലീസ് അവസാനം ഇയാളെ പിടികൂടിയതെങ്ങനെ വീട് പൊളിച്ചു കയറേണ്ട അവസ്ഥയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഉദ്ഘാടന വേദികളിലേക്ക് ഇയാൾ എത്തുകയാണ്. ഇയാളുടെ ലൈക്കുകൾ കൂടുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അത് ഈ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഈ തൊപ്പി എന്ന് പറയുന്നതിനെതിരെ ഞാൻ തന്നെ ഒരിക്കൽ ആരോ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയിരുന്നു. ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചതാണ് ഇതിനെതിരെ. അപ്പം ഇങ്ങനെ ഇവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ എന്ത് വൃത്തികേട് കാണിച്ചിട്ടും ഇവർക്ക് ലൈം ലൈറ്റിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്മാർ രക്ഷപ്പെട്ടു. അതായത് എന്ത് തോന്നിവാസം കാണിച്ചാലും ഈ പേര് പുറത്തു വരണം, 4 പേരെ അറിയണം. അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ ഇവന്മാരെ ഒന്നും പേരെടുത്ത് പോലും പറയാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവർക്ക് ആരാധക വൃന്ദങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട്. ഇവൻ്റെയൊക്കെ വീഡിയോകൾ പരിശോധിക്കണം. വീഡിയോകൾ പരിശോധിച്ചിട്ട് ഇതേപോലെ അമാനുഷികത കാണിക്കുന്ന കാര്യങ്ങൾ സഞ്ജു ടെക്കി തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. സഞ്ജു ടെക്കി, താങ്കളെ ഒരു പരിപാടിയിൽ, കുട്ടികളുടെ പരിപാടിയിലേക്ക് താങ്കൾക്ക് ക്ഷണം കിട്ടിയിരുന്നു അല്ലേ? പോകുന്നുണ്ടോ അവിടെ? 2 മണിക്കാണ് പരിപാടി. ഇല്ല, എന്നോടിപ്പോ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ അത് കുറെ ആൾക്കാർ ഇതേപോലെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, എന്താണ് യോഗ്യത, നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പ്രഷർ ചെയ്ത് ഇതേപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ്, നമുക്കൊരു തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി. എന്റെ അപ്പോഴത്തെ എനിക്ക് ഇതിന്റെ നമ്മുടെ റോഡിന്റെ നിയമത്തിനെ കുറിച്ച് കുറച്ച് റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അത് എനിക്ക് അവരെന്നെ IDTR ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹ്യ സേവനമൊക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെ. മനം മാറിയിട്ടുണ്ടോ? മനം മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് IDTR ക്ലാസ്സിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂളുണ്ട്, ഇങ്ങനെ റോഡിൽ നമ്മള് പെരുമാറേണ്ട രീതി, അതുപോലെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം, ഇതിലുള്ള ഒരു മാറ്റമൊക്കെ എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ടായി. പക്ഷെ എന്റെ ഒരു ചോദ്യം ഇതാണ്, നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തായിരുന്നു. കാരണം എനിക്കൊരു തെറ്റ് പറ്റി, തെറ്റ് ആർക്കും ഇനി പറ്റരുത്, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാകട്ടെ, ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാന്നൊക്കെ കരുതിയാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
കാര്യം സഞ്ജു തീർച്ചയായും സഞ്ജുവിന് നല്ല മനംമാറ്റം ഉണ്ടായി. ഒരു മനംമാറ്റമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. കാരണം ഒരു പക്ഷേ എത്രയോ കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്നു. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിൻ്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കി, ഈ ഒരു അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ്. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? ഉറപ്പായിട്ട് തന്നെ വിശ്വസിക്കാം. പക്ഷെ ഞാൻ മാധ്യമപ്രവർത്തകരെ ആണെങ്കിലും ഞാൻ തെറി വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരിലോട്ട് ചെയ്തായിരുന്നു. പക്ഷെ അതും തെറ്റായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്കിപ്പോ ഒരു ടൈം ട്രാവൽ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അതായത് ബോധ്യം വന്നു. സത്യമായിട്ട് എനിക്കിപ്പോ ഇപ്പൊ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാം, എനിക്ക് സമൂഹം പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് തെറ്റാണ്, എന്റെ തിരുത്തലിന് എനിക്കൊരു ഇത് തരണമല്ലോ. ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല. ഇപ്പൊ ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല. ഇതെന്റെ കരിയറിനെ ആണെങ്കിലും എന്നെ മാനസികമായിട്ടാണെങ്കിലും എന്നെ അത് ബാധിക്കുന്നുണ്ടത്. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താനുള്ള ഒരു ചെറിയൊരു ഇതെങ്കിലും എനിക്ക് തരണമെന്ന് എനിക്കൊരു ഇത് പറയാനുണ്ട്. അതായത് സഞ്ജു അവിടെ പോകുന്നത്, ഈ സ്കൂളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദി കിട്ടുന്നത് കുഞ്ഞുങ്ങളോട് പറയുക ഇങ്ങനെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഏറ്റു പറയാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള തെറ്റായ നിയമലംഘനങ്ങൾ അതുണ്ടാകാൻ പാടില്ല എന്ന് കുഞ്ഞുങ്ങളെ അടക്കമുള്ള ആ വേദിയിൽ തുറന്നു പറയാൻ വേണ്ടിയാണ് ഒരു അവസരമായിട്ട് കാണുകയായിരുന്നു. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ല, ഇത് എന്റെ പഞ്ചായത്തിലുള്ള പരിപാടിയാണ്. എന്റെ നാട്ടിൽ തന്നെ നടക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള സ്കൂള് തന്നെയാണ്. അപ്പൊ നോർമലി എന്നെ സ്കൂൾ ഫംഗ്ഷനിലും അതുപോലെ തന്നെ മറ്റുള്ള വേദികളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോകാൻ ഓർത്താണ്. പിന്നെ സ്കൂളിലും കൂടെ ആകുമ്പോ നമുക്ക് പിള്ളേരോടാകുമ്പോ ഇതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തും അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് ഏത് രീതിക്കാണെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാവുന്ന രീതിയാണ് ഞാൻ വിചാരിച്ചത്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അത് മാത്രമല്ല എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഞാൻ അങ്ങോട്ട് അല്ല. ഞാൻ ചോദിക്കുന്നതല്ല, പോകുമ്പോൾ ഈ തെറ്റ് പറ്റി ഇനി ഇത് ചെയ്യരുത്, ആരും അനുകരിക്കാൻ പാടില്ല എന്ന് പറയാനായിരുന്നു അല്ലേ വേദി കണ്ടത്? അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഗസ്റ്റായിട്ട് നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്കൊരു തെറ്റ് പറ്റി, ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ഇതേപോലെ തെറ്റ് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം എനിക്ക് കിട്ടിയ ക്ലാസ്, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. അതായത് ഒരു കാര്യം ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്കൊക്കെ എത്തിയതിനു ശേഷം നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ വീട്ടുകാരൊക്കെ ഉപദേശിച്ചോ ഇങ്ങനെ? അന്ന് തൊട്ട് എന്നെ ഉപദേശിച്ചു. ആ വീഡിയോ ചെയ്ത അന്ന് തൊട്ട് എനിക്ക് എല്ലാ ദിവസവും ഉപദേശം തന്നെയാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ആ സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ പോയി IDPRന്റെ ക്ലാസ്സിൽ പോയപ്പോ തന്നെ എനിക്ക് നല്ല ഒരു ബോധവൽക്കരണം ഉണ്ട്. ഞാൻ ഇപ്പൊ ശരിക്കും ഒരു മനുഷ്യനായ കണക്കാണ്. അതായത് ഒരു പുതിയൊരു മനുഷ്യൻ. മാതൃഭൂമി ന്യൂസിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ്. അതായത് സഞ്ജുവിന്റെ വാക്ക് വിശ്വസിക്കാം. സഞ്ജു ഇനി നല്ലൊരു മനുഷ്യനായി. ആ വീഡിയോകൾ പോലും ഇനി തെറ്റായ ഒരു സന്ദേശത്തിലോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു മനുഷ്യനാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ അതിനെ അങ്ങ് വിശ്വസിക്കാമല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല. ഇനിയാണിപ്പോ വീഡിയോയിലാണെ പോലും ഞാൻ നിയമമൊക്കെ ലംഘിക്കാണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് മാതൃകയായിട്ടും ആൾക്കാർക്ക് നല്ലൊരു ഗുണമുള്ള രീതിക്ക് ഞാൻ ചെയ്യത്തുള്ളൂ. അതെന്റെ ഒരു പ്രോമിസാണ്. ശരി, വളരെ നന്ദി സഞ്ജു. എന്തായാലും നമ്മുടെ ഈ അവസരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായതിന്. ജസ്റ്റിസ് കമാൽ പാഷ സർ, ഈ വാക്കുകൾ, അതായത് അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി, അതിൽ ഞാൻ തിരുത്തും ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാനാകുമോ? നല്ല കാര്യം. അതായത് വളരെ സെൻസിബിളായിട്ടാണ് അയാൾ സംസാരിച്ചത്. സഞ്ജുവിൻ്റെ ആ വാക്കുകൾ എനിക്ക് കേട്ടിട്ട് തോന്നി അയാൾക്ക് ഇപ്പോൾ അത് തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നു എന്നേ പറയാൻ ഒക്കുള്ളൂ. ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായോ ഇല്ലയോ എന്നുള്ളത്. ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് തിരിച്ചറിഞ്ഞു, തെറ്റാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്ന് അയാൾ പറയുന്നു. അത് നമുക്ക് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ അത് ശരിയായ നമുക്ക് ഈ ആളിൻ്റെ പ്രവൃത്തി വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് സഞ്ജു തെറ്റുകളിലേക്ക് വഴുതി വീഴാതെ ഇനി നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ. ഒരാൾ പേരുണ്ടാക്കിയെടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല.
പക്ഷേ അത് നല്ലതാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലാതെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന വിധത്തിലോ പൊതുജനങ്ങളെ വഴിതെറ്റിക്കുന്ന വിധത്തിലോ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലോ ഉള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. നല്ല പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങയിലേക്ക് വരാം. ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മൾ എത്രയോ ഫ്ലോറുകളിൽ ഈ വിഷയം, റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഇത് അങ്ങനെയുള്ള ഈ തെറ്റ് വലിയ രീതിയിൽ സംഭവിച്ച ഒരു ആളെയാണ് അവിടേക്ക് ക്ഷണമുണ്ടായത്. പക്ഷേ സഞ്ജു തന്നെ ഈ ഫ്ലോറിൽ തന്നെ ഇപ്പോൾ പറയുന്നു, എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷേ ഇങ്ങനെ തെറ്റ് പറ്റിയെന്ന് തുറന്നു പറയാത്ത ഒരുപാട് പേർ, ഈ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന ഒരുപാട് പേർ. ആകാശ് തില്ലങ്കേരിയുടെ വിഷയം വരഞ്ഞാന്ന് എടുക്കുമ്പോൾ അറിയാമല്ലോ, ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ തില്ലങ്കേരിയുടെ പിതാവാണ് എടുത്തത്. പിതാവ് ഞങ്ങളുടെ PCR ഇരുന്ന പ്രൊഡ്യൂസറോട് പറഞ്ഞത്, എൻ്റെ മകനൊന്ന് വണ്ടി ഓടിച്ചു നോക്കിയതല്ലേ ഉള്ളൂ എന്ന് ന്യായീകരിക്കുന്ന പിതാക്കന്മാരെയും വളം വെച്ചു കൊടുക്കുന്ന കുടുംബാംഗങ്ങളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ഉണ്ട്. അവിടെ ഒരു തിരുത്തലിൻ്റെ ഭാഗമായി സഞ്ജുവിൻ്റെ കുടുംബം പോലും സഞ്ജുവിനെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് സൈനായി നമ്മൾ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് താങ്കളുടെയും മാതൃഭൂമി ചാനലിന്റെയും പങ്ക് വളരെ വലുതാണ്. പിന്നെ ബഹുമാനപ്പെട്ട കമാൽ പാഷ സാർ പറഞ്ഞത്, അദ്ദേഹം ഒരു ഐ ഓപ്പണറാണ്. ആർക്ക്? എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ഇന്ന കുറ്റം ചെയ്താൽ ഇന്നതാണ് ശിക്ഷ എന്ന് പലർക്കും അറിയില്ല. അപ്പൊ ഇന്ന് തൊട്ട് കാൽനടക്കാർ റോഡിൽ ഇറങ്ങി അവരെ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിച്ചു കഴിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കാം എന്നുള്ള ഉറപ്പ് പല SHOമാർക്കും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറിന് ഒരു നമസ്കാരമുണ്ട്. പിന്നെ നല്ലൊരു മനംമാറ്റമാണ് ചെറുപ്പക്കാരനിൽ ഉണ്ടായത്, സഞ്ജുവിന്. ആ മനംമാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഒരുപാട് കൊല്ലക്കാലം ജീവിച്ചിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് എത്രയോ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിലേക്ക് ഒരു നല്ല ആശയം, അതായത് ജനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അക്രമങ്ങളും ഹിംസകളും തെരുവ് യുദ്ധങ്ങളും ഒക്കെ കോളേജും സ്കൂൾ തലത്തിൽ തന്നെ നടക്കുകയാണ് പിള്ളേർ തമ്മിൽ. അപ്പൊ ഇത്രയും വയലൻസ് ആയ ഒരു സമൂഹത്തിൽ ഇത്ര നല്ലൊരു ചെറുപ്പക്കാരൻ, അവന് ഒരു മനംമാറ്റം വന്നിട്ട് അവൻ ആ ഒരു സ്കൂളിൽ വന്ന് ക്ലാസ് എടുക്കട്ടെ എന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം, അത് നല്ലതാണ്. പക്ഷെ നമ്മുടെ സമൂഹം നമ്മളെ കൈവിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാര്യം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് ആൾക്കാരുടെ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് കേരളം ഇന്ന് വിദേശത്ത് പോകുന്നവർക്കും മറ്റ് സ്റ്റേറ്റിൽ പോകുന്നവർക്കും ബഹുമാനം കിട്ടുന്നത്, അംഗീകാരം കിട്ടുന്നത്. ഞാൻ കേരളത്തിൽ ജനിച്ച് ആലപ്പുഴ ജില്ലയിൽ ജനിച്ച ആളാണ്. ബോംബെ പോയി പഠിച്ചു. ആ പഠിക്കുന്ന സമയത്തും അവിടെ ജോലി ചെയ്യുമ്പോഴും ഒരു കേരളക്കാരൻ എന്ന് പറയുന്നത് വളരെ വലിയ അംഗീകാരമാണ്, വലിയ റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളും അതേപോലെ തന്നെ. ഇപ്പൊ ഞാൻ റോഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് റോഡിൽ ആരും പോലും മരിക്കരുത്. അപ്പൊ അതിനുവേണ്ടി നിതാന്ത പരിശ്രമം ഞാൻ ചെയ്യുകയാണ്. അതേപോലെ ഓരോ വ്യക്തിക്കും ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാനുണ്ടാവും. ഇപ്പൊ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ സാറിന് ഒരു മെസ്സേജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ TV പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട്. അത് കുറ്റവാസന ഉള്ളവരെ പിന്തിരിപ്പിക്കാനും സത്യമായിട്ട് തുറന്നു പറയാനും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിനെ ഞാൻ അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു. അതേപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ മുതിർന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ആ ചെയ്യാൻ നിങ്ങളുടെ ചാനൽ കാണിക്കുന്ന ആത്മാർത്ഥത സഞ്ജുവിന്റെ മനംമാറ്റത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പണിഷ്മെന്റ് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ തടഞ്ഞേ മതിയാവും. ഇപ്പൊ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളോടുള്ള കുറ്റകൃത്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിൽ കാലടിക്കടുത്ത് ഒരു സംഭവം ഉണ്ടായി. എത്ര നീചമാണ് അത്! വിദ്യാസമ്പന്നരായ പിള്ളേർ, കോളേജിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാര്, അവർക്ക് ചിന്തിക്കണം, അവരുടെ കുട്ടിക്ക്, പെങ്ങൾക്കോ മകൾക്കോ ഇത് സംഭവിച്ചാൽ എന്തായിരിക്കും, അവന്റെ ഭാവി എന്തായിരിക്കും. ഒരു വീണ്ടും വിചാരം നമ്മൾക്ക് എല്ലാവർക്കും കമാൽ പാഷ സാറിലേക്ക്, ജസ്റ്റിസ് കമാൽ പാഷ, താങ്കളെ പോലെയുള്ള ഒരുപാട് ന്യായാധിപന്മാർ ഈ പൊളിച്ചെഴുത്തിന് വേണ്ടി നടത്തിയ ഇടപെടലുകളൊക്കെ ഇപ്പോഴും ശ്ലാഘിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഈ സമീപത്തും കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു, പലതിലും ഒരു ഐ ഓപ്പണർ ആകാൻ വേണ്ടി. കാരണം അവിടെ സ്റ്റേറ്റ് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും അത് നിർവഹിക്കപ്പെടുന്നില്ല. കാരണം ഇവിടെ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളുടെ കുറവെന്ന് അവർ പറയുന്നു. ഉള്ള സംവിധാനം വെച്ചെങ്കിലും ഒരു സംയോജിതമായിട്ടുള്ള വകുപ്പുകളുടെ സംയോജനം വെച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തണം. കാരണം നോക്കൂ, ഈ
ആകാശ് തില്ലങ്കേരിയുടെ കാര്യം തന്നെ നോക്കൂ. ഒരു റോഡിലൂടെ വെല്ലുവിളിച്ച് അങ്ങ് നടക്കുകയാണ്, ഒരു ചോദ്യവുമില്ല, ആരും ചോദിക്കാനില്ല. അതുപോലെ തന്നെ ഈ റീൽസ് ഇടുന്ന കാര്യങ്ങൾ, വണ്ടി ഏതാ, വണ്ടി നിരത്തൂടെയാണോ പോകുന്നത്, തലതിരിഞ്ഞാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയാത്ത വിധം റോഡിലൂടെ വാഹനങ്ങൾ കൊണ്ടുവന്നു, ബൈക്ക് റേസ്. അപ്പോൾ ഇതിലൊക്കെ തീർച്ചയായും ഒരു ഇടപെടൽ, ഇത് ഒരു പ്രയോറിറ്റി വെച്ച് ഇതിൽ നടപടി വേണ്ടതാണ്. അങ്ങനെ ഒരു നിലവിൽ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണോ, അതല്ല കുറച്ചുകൂടി നമ്മുടെ നിയമങ്ങൾ കർക്കശമാക്കേണ്ടതുണ്ടോ? നമ്മൾ കോടികൾ മുടക്കി എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവശ്യ സംഭവങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. എവിടെയാണ് ഒരു ഇനിഷ്യേറ്റീവ് കുറവുണ്ടാകാതെ പോകുന്നുണ്ടോ? എങ്ങനെയാണ് തിരുത്തേണ്ടത്? ഈ വിഷയങ്ങളെ സർക്കാർ എങ്ങനെ ഗൗരവത്തോടുകൂടി കണ്ട് ഫോളോ അപ്പ് തുടരണം? ഓക്കെ, അപ്പോൾ അത് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ. അതായത് ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇതിപ്പോൾ ഇന്ന് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ യുവാക്കൾ. കാരണം തിരുത്തപ്പെടാൻ അവർക്ക് വിഷമമില്ല. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാനും അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാനും അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്, ഇനി മേലാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് സമൂഹത്തിൽ പറയാനുമുള്ള ആർജവം നമ്മുടെ യുവാക്കൾ കാണിക്കണം. അതാണ് വേണ്ടത്. അതിവിടെ ഞാൻ കണ്ടു. വളരെയധികം സന്തോഷമുണ്ട്. മാതൃഭൂമിക്ക് അതിൻ്റെ ഈ ചാനലിന് എല്ലാവിധ ആശംസകളും ഈ കാര്യത്തിൽ ഞാൻ നേരുകയാണ്. കാരണം ഇത് വെളിയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാക്കാനൊരിടയുണ്ടായതിനും. ഇനി അടുത്തതിലേക്ക്, ഇപ്പോൾ ഈ ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ട് ഒരാൾ പോയല്ലോ, നമ്പരും ഒന്നുമില്ല, അതിനകത്ത് യാതൊന്നുമില്ല, സീറ്റ് ബെൽറ്റ് വിടുന്നില്ല, ഒന്നുമില്ല, തോന്നിവാസം പോലെ റോഡിൽ ഓടിക്കാം. കാരണം അത് അദ്ദേഹത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആണല്ലോ ഇങ്ങനെ പോകുന്നത്. അതിനൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരിൽ നടപടി എടുക്കുന്നത് പോലെ അത് ഇന്നാരാണ് എന്നുള്ളതല്ല. ഈ പറയുന്ന ആൾ വലിയ ആളായിരിക്കും, എനിക്കറിയില്ല, പക്ഷേ ഒരു നല്ല ക്രിമിനലിൻ്റെ എല്ലാ ലക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ ഇത്രയും അഹങ്കാരമായിട്ട് റോഡിലൂടെ. അപ്പോൾ അതിന് വേണ്ടത് ശരിയായ രീതിയിൽ പോലീസ് അതിന് നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടത്. അത് പിടിച്ചോണ്ട് വരണം. ആ ജീപ്പ് എവിടാന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചോണ്ട് വന്ന് അത് കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കണം പോലീസ് സ്റ്റേഷനിൽ. സാധാരണ വണ്ടികൾ തുരുമ്പെടുത്ത് പോകുന്നുണ്ടല്ലോ, ഇവിടെ നശിപ്പിക്കുകയാണ് ഒരുപാട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അത് അയാളുടെ പിതാവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അതൊന്നും വണ്ടി ഓടിച്ചല്ല ഉള്ളൂ എന്ന് പറയുന്നത്. അയാളുടെ പുരയിടത്തിനകത്ത് വണ്ടി ഓടിക്കാം, കുഴപ്പമില്ല. കാരണം നമ്മുടെ സ്വന്തം വസ്തുവിനകത്ത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാം, നമ്മുടെ സ്വന്തം വസ്തുവാണെങ്കിൽ. പക്ഷെ പൊതുനിരത്തിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. അത് ഈ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായാലും, ഇവിടുത്തെ മന്ത്രി ആയാലും, അതല്ല രാഷ്ട്രീയക്കാരനായിപ്പോയി എന്നുള്ളതോ ഒരു ഗുണ്ടയായി എന്നുള്ള പേരെടുത്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. റോഡിൽ ഇറങ്ങി തെരുവിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. അതുപോലെ തന്നെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കാണണം. ഇതൊക്കെ വേണം, എല്ലാ നിയമങ്ങളും അനുസരിക്കണം. അത് ചെയ്യാതെ പോകുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് ശരിയായിട്ട് നോക്കണം. അത് ഇന്നാരെന്ന മുഖം നോക്കാതെ വേണം നടപടിയെടുക്കാൻ. അതുപോലെ ഗവൺമെൻറ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ശരിയായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അല്ലെ പോലീസ് അല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടപടിയെടുക്കണം. അതാ വേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആളിൻ്റെ ക്ഷാമമുണ്ട് കേട്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അത് എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഇതെല്ലാം എത്ര പേരെന്ന് പറഞ്ഞാൽ നോക്കുന്നേ. ഇന്നലെ തന്നെ ഇന്ന് വെളുപ്പിനെ ഞാൻ 4 മണിക്ക് ഞെട്ടി ഉണരുന്നത് ഈ റോഡിൽ കൂടെ പോകുന്ന, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററോളം അപ്പുറത്താണ് റോഡ്, ഹൈവേയിൽ. അതിൽ കൂടെ വണ്ടി പോകുന്ന ഒരു ബൈക്കിൻ്റെ ശബ്ദമാണ്. അതായത് ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞു പോവുകയാണ് അതാ പോയേക്കുന്നത് കേട്ടോ. അത് അറിയാം. അവനെയൊക്കെ തടഞ്ഞു നിർത്താൻ ആരുണ്ട്? ഇതിനെയൊക്കെ അവസാനം വാരിക്കെട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും. കാരണം ഒന്നും കിട്ടത്തില്ല ഇത് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ. ആ രീതിയിൽ ഇന്നലെ ആ പോയ ബൈക്കെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 150 കിലോമീറ്ററിന് മുകളിലാണ്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ പിടിക്കാനുള്ള ആളുകൾ വേണം, അതിനുള്ള ശേഷി വേണം. സത്യത്തിൽ അതുപോലെ ആൾശേഷി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം, പോലീസിനും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ ഒന്ന് അമർച്ച ചെയ്യാനും ഇതൊരു നല്ല രീതിയിൽ ഈ സിസ്റ്റം കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ റോഡിൽ വണ്ടി ഓടിക്കുക. പിന്നെ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊച്ചുനാട് മുതൽ ഹൗ ടു മേക്ക് യൂസ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി, എങ്ങനെ പൊതുമുതൽ എങ്ങനെ ഉപയോഗിക്കണം, പൊതുമുതൽ നശിപ്പിക്കാതിരിക്കണം, അത് പ്രിസർവ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ കൊച്ചുനാട് മുതൽ ചെറിയ ക്ലാസ് മുതൽ കൊടുക്കണം. എങ്ങനെ ഹൗ ടു മേക്ക് യൂസ് ഓഫ് എ പബ്ലിക് ടോയ്ലറ്റ് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
നമ്മൾ എങ്ങനെ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊന്നുമില്ല. നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന കുറേ തീറ്റ പഠിപ്പിക്കും. ഈ തീറ്റ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഒരു നല്ല പൗരനെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഒരു ട്രാഫിക് അവയർനെസ്, അതായത് ഈ പൊതുനിരത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും. എങ്ങനെ റോഡിൽ നടക്കണം അത്. ഇപ്പോൾ ഈ സീബ്ര ക്രോസിങ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര ക്രോസിങ് ഈ നമ്മുടെ ഈ കേരളത്തിലൊഴിച്ച് ഞാൻ പോയ ഒരുപാട് 65 രാജ്യങ്ങളോളം ഞാൻ പോയിട്ടുണ്ട്. അവിടെ എവിടെ പോയാലും ശരി സീബ്ര ക്രോസിങ്ങിലേക്ക് ഒരാൾ കയറുന്നത് കണ്ടാൽ, ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം, ലൈറ്റ് വരുമ്പോൾ തെളിയുമ്പോൾ പോകാം. ലൈറ്റ് ഇല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വണ്ടി 2 വശത്തും കൊണ്ടുവന്ന് നിർത്തി കൊടുക്കും. അയാൾക്ക് പോണം. മനുഷ്യനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തീർച്ചയായും വാഹനങ്ങൾക്കല്ല സീബ്ര ക്രോസിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നടന്നു പോകുന്ന പെഡസ്ട്രിയനാണ് എന്നൊരു കാഴ്ചപ്പാട് വേണം. അതില്ല. തീർച്ചയായും ശ്രീ ഉപേന്ദ്രനാരായൺ, നമുക്കൊരാളെ തിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി അദ്ദേഹം ആ കുറ്റബോധത്താൽ ഇനിയുള്ള കാര്യങ്ങളും സമൂഹം നിരീക്ഷിക്കപ്പെടും. സഞ്ജുവിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്, ഇനിയുള്ള വീഡിയോകൾ, അതൊക്കെ ഒരു സന്ദേശമായി സമൂഹത്തിനുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നേരത്തെ കമാൽ പാഷ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ റോക്കറ്റ് പോകുന്ന പോലെയാണ് നമ്മുടെ ഓരോ വാഹനങ്ങളൊക്കെ റോഡിൽ പോകുന്നത് കാണുന്നത്. കാരണം എങ്ങനെയാണ് ഇവർക്ക് ഈ ലൈസൻസ് പോലും കിട്ടുന്നത് പോലും നമുക്ക് ചോദ്യം ചിഹ്നം, ആശ്ചര്യം തോന്നും. അപ്പോൾ എന്തായാലും പരിമിതികളുണ്ട്. കുറച്ചുകൂടി ഈ സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ഒരു ഐ ഓപ്പണായി മാറുന്ന നിലയിലേക്ക് മാറുമോ? സഞ്ജുവിൻ്റെ ആ പ്രതികരണം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവസാനമായി ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ മനംമാറ്റം വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതാണ് അദ്ദേഹത്തിന് അത് മനംമാറ്റം തോന്നിയത്. ലക്ഷക്കണക്കിന് യുവാക്കളെ ഇത്തരം റീൽസ് ഉണ്ടാക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ അത് സഹായിക്കും. അത് അദ്ദേഹം സമൂഹത്തിന് നടന്ന നല്ലൊരു ആശയമാണെന്ന് എനിക്ക് പറയാതെ വയ്യ. അദ്ദേഹം ചെയ്ത ബെസ്റ്റ് കാര്യമാണ്. അത് നിങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾ പലപ്പോഴും അത് ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ സാറും കൂടി ഇന്ന് വന്നു. ഇന്നത്തെ ചർച്ച എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹം ഇന്നലെ ഈ IPC 307 പകരമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയെ പറ്റി എന്നെ പഠിപ്പിച്ചു. ഞാനൊരു 100-150ഓളം SHOമാർക്കും DVSPമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്കുള്ളത്. താങ്കൾക്കും അത് തന്നെയായിരിക്കും, ബഹുമാനപ്പെട്ട ജസ്റ്റിസിനും അത് തന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് നല്ല നാടായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റാം. തീർച്ചയായും വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. ഒപ്പം ഉപേന്ദ്രനാഥൻ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയതിനൊപ്പം എൻ്റെ മനം മാറി, ഞാൻ തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് തുറന്നു പറയാൻ തയ്യാറായ സഞ്ജുവിനും നന്ദി അറിയിക്കുന്നു.